അതായത് 13 വർഷം മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആശയ പ്രബോധനത്തിന് ശ്രമിച്ചു. എന്നും കത്തിയുടെയും തോക്കിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഒളിപ്പോരാട്ടങ്ങളുടെയും ആളായി ഫിലിമുകളിലൂടെ, ഷോർട്സിലൂടെ, റീൽസിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന പ്രവാചകനെ നിങ്ങൾ അറിയണം. 13 വർഷം ഒരു മുട്ടുസൂചി പോലും എടുത്ത് ആ ജനതയ്ക്ക് നേരെ ചെന്നിട്ടില്ല. തൻ്റെ പ്രിയപ്പെട്ടവരെ കഴുത്തറുത്തൊരു കോഴിയെ അറുക്കുന്നതിലേറെ ലാഘവത്തോടെ അറുത്ത് തള്ളുന്നത് കണ്ടിട്ടും, പ്രിയപ്പെട്ടവരെ വെട്ടി നുറുക്കുന്നത് കണ്ടിട്ടും 13 കൊല്ലം എല്ലാം ക്ഷമിച്ച് ഒരു പ്രവാചകൻ ആ നാട്ടിൽ നിൽക്കുന്നുണ്ട്. അവസാനം നിർവാഹമില്ലാതെ ആ നാട്ടിൽ ഒരു ഫൈറ്റ് മോഡ് ഒഴിവാക്കാൻ വേണ്ടി പ്രവാചകൻ മറ്റൊരു നാട്ടിലേക്ക് പോവാണ്. ആ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പോവാണ്. ആ മദീനയിലേക്ക് പോകുമ്പോൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അവരെ പിടിക്കാനാണ് ഈ ചങ്ങാതി വന്നത്, ഈ വ്യക്തി വന്നത്. എന്തിനാ? പ്രവാചകനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുപോയി കൊടുത്താൽ എത്രയോ തലമുറകൾക്ക് ജീവിക്കാനുള്ള സമ്മാനം കിട്ടും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാനായി വന്ന ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സഹായിക്കുമ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുകൂടിയുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിലാണ്, വെയിലുണ്ട്, ഇവിടെ സ്വസ്ഥത കിട്ടാതെ നാട്ടിലേക്ക് ഓടിപ്പോകാൻ, രക്ഷപ്പെട്ടു പോകാൻ അവർ ആക്രമണം കാരണത്താൽ. പക്ഷെ ആ സമയത്ത് പോലും പ്രതീക്ഷയുടെ ഒരു വർത്തമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. നോക്കൂ, കിസ്റയുടെ വളകൾ നിന്റെ കൈകളിൽ അണിയിക്കപ്പെടുന്ന ഒരു ദിവസം വരും എന്നൊരു പ്രതീക്ഷയുടെ വർത്തമാനം കൂടി ആ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.